ദൈവജനമേ, നമ്മുടെ ക്ലാസ്സിന്റെ മൂന്നാമത്തെ ദിവസം. നമ്മൾ 2 ക്ലാസ്സുകൾ ഇതിന് മുൻപെടുത്തു. ക്ലാസ് എടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ദിവസം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു എടുത്തത്. ഒന്നാമത്തെ ദിവസത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് യേശു കർത്താവിന്റെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നമുക്കിന്ന് പഠിക്കാനുള്ളതായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുന്നു. യേശുവിന്റെ ജീവിതവും ഉപദേശങ്ങളും, ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ജീവിതവും ടീച്ചിങ്സും. അതിൽ യേശു കർത്താവിന്റെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ആമുഖ ക്ലാസ്സിലെടുത്തത്. യേശു കർത്താവിന്റെ ജീവിതത്തെ 4 ഘട്ടമാക്കി മാറ്റി ഓരോ ഘട്ടത്തെയും വിവരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ അഥവാ ഉപദേശങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതായിരുന്നു ആദ്യത്തെ ദിവസത്തെ ക്ലാസ്. വീണ്ടും രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് വീണ്ടും കർത്താവിന്റെ മറ്റൊരു പഠിപ്പിക്കലുകളിലേക്കാണ് നമ്മൾ പോയത്. ആ വിഷയം എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായി. നമുക്ക് അനുവദിച്ചു തന്ന നോട്ട്സിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ഭാഗത്തിന് അധികം വിശദീകരണമില്ല. ആയതിനാൽ ആ നോട്ട്സ് വിശദീകരണം ഇല്ലാത്ത ഭാഗങ്ങൾ ഒരു പ്രത്യേക എസ്സേ ആയിട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. ഗിരിപ്രഭാഷണമാണ് പിറ്റത്തെ ദിവസം എടുത്ത് 2ാം ദിവസം എടുത്തത്. എസ്സേ നമ്പർ 3 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടോ? ആ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 25ഓളം വിഷയങ്ങൾ ഉണ്ടെന്നും എന്നാൽ നമ്മൾ പഠന സൗകര്യത്തിനായിട്ട് അതിനെ 20 ഹെഡിങ്ങിൽ തരംതിരിച്ചിട്ട് പഠിക്കുകയാണ് നമ്മളത് ചെയ്തത്. അതാണ് ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കഴിഞ്ഞ ദിവസം കടന്ന ഭാഗം ഇതാണ്. യേശു കർത്താവ് പഠിപ്പിച്ച മറ്റൊരു രംഗമാണ് യേശുവിൻ്റെ ക്രൂശിലെ അവസ്ഥ. ആ ക്രൂശിൽ നിന്ന് എൻ്റെ കർത്താവ് പുറത്തേക്ക് കൊടുത്ത 7 ശബ്ദങ്ങൾ അഥവാ 7 മൊഴികൾ. ആ 7 മൊഴികൾ എന്താണെന്ന് വളരെ കുറഞ്ഞ സമയത്തിൽ വേഗം പറഞ്ഞുപോയി. അന്ന് പറയുകയും ചെയ്തു. അത് പിറ്റത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ പ്രകാരം നമ്മൾ ഇന്ന് കിടക്കുന്നത് നമ്മുടെ എസ്സേ നമ്പർ 4, കുരിശിലെ യേശു കർത്താവിൻ്റെ 7 മൊഴികൾ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴമേറിയതും ആഴത്തിൽ സ്പർശിക്കുന്നതുമായ ഒരു വശം അതാണല്ലോ ക്രൂശുമരണം. ഓരോ വാക്കിന്റെയും വിശകലനം, 7 മൊഴികളിൽ ഓരോ വാക്കിന്റെയും വിശകലനം നമ്മൾ സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ദൈവജനമേ, 7 മൊഴികൾ നമുക്കത് പ്രത്യേകിച്ച് ഗുഡ് ഫ്രൈഡേയിലൊക്കെ ശുശ്രൂഷകളിൽ വിവിധ സഭകളിൽ ഈ മൊഴികളുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓരോ മൊഴിയും പ്രത്യേക വിഷയമാക്കി എടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ട് കാണാം. ഒരു മിനിറ്റ്, നോട്ട് മൊത്തം തരുമോ? വേറെ തരുമോ? നോട്ട്സ് തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ ശരി. ഓക്കെ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ഷാജി ബ്രദറെ, ജോബ് സിസ്റ്റർ. ഓക്കെ. ആർക്കെങ്കിലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കോർഡിനേറ്ററുമായിട്ട് അത് കണക്ട് ചെയ്യും. അത് അവിടെ 2 പേരുള്ള കാരണം ഒരാളുടെ മൊബൈലിലേക്ക് ഇട്ടത്, ജോബ് സിസ്റ്ററുടെ മൊബൈലിലേക്ക് ഇട്ടു. ഷാജി ബ്രദറിന്റെ ഇട്ടില്ല എന്നുള്ളൂ. ഓക്കെ. എക്സ്ട്രാ നമ്മള് വിതരണം ചെയ്തിട്ടുള്ള നോട്ട്സിൽ ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ എക്സ്ട്രാ നോട്ടായിട്ട് എടുത്ത് ആ നോട്ട്സ് അപ്പോഴപ്പോഴേ മിനിസ്റ്ററുടെ അടുത്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഇതുവരെ അത് നോട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള നോട്ട്സും അതുപോലെ കൊടുക്കാം. നോട്ട്സിന്റെ കാര്യത്തിൽ വീഴ്ച വരില്ല എന്നാണ് ചിന്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ക്രൂശിലെ 7 മൊഴികൾ. ഞാൻ ആ 7 മൊഴികൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തുറന്നു വയ്ക്കാനാകുമെങ്കിൽ നിങ്ങൾക്കത് വളരെ എളുപ്പമാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. ആദ്യത്തെ വാക്കിന്റെ പ്രത്യേകത കർത്താവ് വിളിക്കുന്ന സംബോധനയാണ്, പിതാവേ. 7ാമത്തെ മൊഴിയിലും കർത്താവ് വിളിക്കുന്നത് ഇതേ സംബോധനയാണ്, പിതാവേ. ആദ്യ മൊഴിയിൽ എൻ്റെ കർത്താവ്
ക്ഷമയുടെ ഒരു പ്രത്യേക പാഠം ഈ സമൂഹത്തോട് പഠിപ്പിക്കുകയാണ്. ക്ഷമ. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് അന്നേ വരെ ക്ഷമയുടെ പാഠം പഠിപ്പിക്കാൻ ആരും എത്തിയിട്ടില്ല. അടിച്ചവന് തിരിച്ചടിക്കുക, അടിച്ചവനോട് തിരിച്ച് അതേ മറുപടിയിൽ നാണയത്തിൽ മറുപടി കൊടുക്കുക. എന്തിന്? പഴയ നിയമത്തിന്റെ സ്വരം പോലും പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. എന്നാൽ എൻ്റെ യേശു കർത്താവ് ക്രൂശിൽ നിന്ന് പുറപ്പെടുവിച്ച ആദ്യത്തെ വരിയിൽ എൻ്റെ കർത്താവ് ഈ 7 മൊഴികളൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ എന്നൊരു ചിന്ത തോന്നി. അത് മറ്റേതെങ്കിലും ഭാഗത്തിൽ പഠിക്കുന്നുണ്ടാവില്ലേ? അത് പഠിച്ചാലും ഇല്ലേലും നാം അത് പ്രിഫർ ചെയ്യാനുള്ള കാരണം ഇതാണ്. എൻ്റെ കർത്താവിൻ്റെ 7 മൊഴികളിൽ ഓരോ മൊഴികളിലും കർത്താവ് ചിലത് ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ മൊഴിയിലുമുണ്ട്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അതിൽ ആഴമേറിയ ഒരു ക്ഷമയുടെ പാഠം തന്നെ ഉപദ്രവിക്കുന്നവനോട്, തന്നെ ചാട്ടയ്ക്കടിച്ചവനോട്, തൻ്റെ മേൽ മുഷ്ടി ചുരുട്ടിടിച്ചവനോട്, തൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവനോട്, തൻ്റെ തലയിൽ കിരീടം മെടഞ്ഞു വെച്ചവനോട്, മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കി, ആ അടിച്ചിറക്കിയ മുള്ളുകളും നെറ്റിയും കണ്ണിന്റെ തടത്തിൽ പോലും പതിച്ച ആ അവസ്ഥയിൽ നിന്ന് കണ്ണിൽ നിന്ന് പോലും രക്തം വരുമ്പോൾ ആ കർത്താവ് ക്രൂശിൽ ആ രക്തത്തിൽ കിടന്ന് കുതിർന്നവനായ എൻ്റെ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണം. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ആര്, ഏത് ഗുരുനാഥന് ഇങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ട്? പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കിനാലല്ല, ഒരു നോട്ടത്താലല്ല, ശരീരം അടിച്ച് തകർത്തു. എൻ്റെ കർത്താവ് ജനിക്കുന്നേക്കാൾ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞ ഓരോ വാക്കും നിറവേറി. അതുപോലെ അവൻ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട് കിടക്കവേ തന്റെ ആദ്യത്തെ സ്വരം ക്രൂശിൽ നിന്ന് ഉയർന്നതാണ് ഇത്, പിതാവേ, അവരോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഭാരപ്പെടരുതേ. കാരണം അത് യേശുവിന് അവകാശപ്പെട്ടു. രണ്ടാമത്തെ, അത് പിതാവിനോടുള്ള തൻ്റെ ഒരു അപേക്ഷയാണ്. രണ്ടാമത്തെ ക്രൂശിൽ നിന്ന് ഉയരുന്ന ശബ്ദം, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ. ഇത് പറയുമ്പോഴേ നമുക്ക് ഇത് മനസ്സിലായല്ലോ, ഇതാരോട് എന്ന്. ഇത് പറയുന്നത് കള്ളൻ. പക്ഷെ അതിന്റെ മുൻപ് എൻ്റെ കർത്താവ് കോട്ട് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട്. ജീവിതത്തിൽ വഴിയും ജീവനും സത്യവും ആയിരിക്കുന്ന എൻ്റെ കർത്താവ് പറയുക, സത്യമായി. ഇത് ലോകം ആ വാക്കിൽ നിന്ന് ചിലത് പഠിക്കുന്നു. തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലേക്ക് ജീവിതം എത്തിച്ച ഗാന്ധിജിക്കും ചിലത് പഠിക്കാനുണ്ടായി. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ലോകമനുഷ്യന്റെ സത്യമല്ല, സത്യത്തെ ഉണ്ടാക്കിയവന്റെ സത്യം, സത്യമായവന്റെ സത്യം. നീ എന്നോട് കൂടെ പറുദീസായി. ലൂക്കോസിന്റെ സുവിശേഷം 23:43-20. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിരിക്കും. ഇത് കള്ളനോടുള്ള വാക്കെന്ന് ഞാൻ പറയും. മക്കളെ, ഈ വാക്കിന്റെ പിന്നിൽ ഒരു വലിയ കഥ എൻ്റെ കർത്താവിന് പഠിപ്പിക്കാൻ. അതെന്താ പഠിപ്പിക്കാനുള്ളത്? നോട്ട്സിൽ നോട്ട് ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ശക്തി. വിശ്വാസത്തിൻ്റെയും, അടുത്ത വാക്കിനാണ് പ്രസക്തി കൂടുതൽ, വീണ്ടെടുപ്പിൻ്റെയും ശക്തി. വീണ്ടെടുത്തവൻ, തനിക്കുള്ളത് മുഴുവൻ ഊറ്റിക്കൊടുത്തിട്ട് വീണ്ടെടുക്കുന്നവൻ, അവൻ പറയുക കള്ളനോട്, ഇന്ന് നീ പറുദീസായി. പറുദീസായുടെ ആദ്യത്തെ അവകാശം. മൂന്നാമത്തെ വാക്ക് തന്നെ പ്രസവിച്ച അമ്മയോടും താൻ പ്രിയപ്പെട്ട ശിഷ്യനോടും, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഇത് അമ്മയോട് പറഞ്ഞിട്ട് ഇനി ശിഷ്യനിലേക്ക് തലചരിച്ച് എൻ്റെ യേശു ഇങ്ങനെ പറഞ്ഞു കാണണം, ഇതാ നിന്റെ അമ്മ. 2 വാക്കുകൾ ഒരേ സ്വരത്തിൽ കാണുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ.
ആ അമ്മ മകനെയും ആ മകൻ അമ്മയെയും സ്വീകരിക്കുന്നു എന്നതും കൂടെ ആ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങൾ, ബ്രാക്കറ്റിലൊപ്പം വാക്യങ്ങൾ കൊടുക്കുന്നത് അത് വായിച്ച് നോക്കാനാണ്. ദയവായി വായിച്ച് നോക്കുക തന്നെ വേണം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കർത്താവിന് എന്താണ് ഇതിൽ നിന്ന് പഠിപ്പിക്കാനുള്ളത്? പറഞ്ഞത് തൻ്റെ അമ്മയോടാണ്, പറഞ്ഞത് തൻ്റെ അരുമ ശിഷ്യനോടാണ്. ആ ശിഷ്യനെ കർത്താവിനെ ഏറെ താല്പര്യത്തോടെ വിശദീകരിക്കുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ സുവിശേഷം. മാറത്ത് ചാരിയിരുന്നവൻ, അവൻ കർത്താവിനെ അവൻ തന്നെ സംബോധന ചെയ്യുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യൻ. യോഹന്നാനെ തന്നെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്, യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ. അങ്ങനെയാണ് യോഹന്നാനെ പറയും. കർത്താവിന് സ്തോത്രം. ആ യോഹന്നാനോടും തൻ്റെ അമ്മയോടും തനിക്ക് പഠിപ്പിക്കാനുള്ളത് കുടുംബത്തിൻ്റെയും ബന്ധങ്ങളുടെയും പാഠങ്ങളാണ്. ഇന്ന് എവിടെയോ അറ്റുപോയ ജീവിതങ്ങളാണ്, കഥകളാണ് ഈ പറയുന്ന കുടുംബവും ബന്ധങ്ങളും എല്ലാം. ക്രൂശിൽ കിടക്കുന്നവന് പോലും കുടുംബത്തോടും ബന്ധങ്ങളോടുമുള്ള ആ ബന്ധത്തെയാണ് അവർ വിശദീകരിച്ചത്. ശബ്ദം 4, ക്രൂശിൽ നിന്നുള്ള 4-ാമത്തെ സ്വരം. ഈ 4-ാമത്തെ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. 7 സ്വരങ്ങളാണ്, 7 മൊഴികളാണ് നമുക്കറിയാം. അതിൻ്റെ ആദ്യത്തെ 3 മൊഴി, അവസാനത്തെ 3 മൊഴി. ഈ 3 മൊഴിക്കും 3 മൊഴിക്കും മധ്യേ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന 4-ാമത്തെ മൊഴി എന്ന് പറഞ്ഞാൽ മധ്യേയുള്ള എൻ്റെ കർത്താവിൻ്റെ ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എൻ്റെ കൈവിട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 27-46, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന് 34-ാം തിരുവചനം. ഈ ഭാഗങ്ങളിൽ ഇതിന്റെ റെഫറൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിതാവേ എന്ന് വിളിച്ചവൻ, 1-ാമത്തെ ശബ്ദത്തിൽ പിതാവേ എന്ന് വിളിച്ചവൻ വീണ്ടും അതേ പിതാവിനെ വിളിക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വരത്തിലാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഒരു പൂർണ്ണ മനുഷ്യനാണ്. അനേക വിമർശനങ്ങളുടെ ഉത്തരം എൻ്റെ കർത്താവ് കൊടുക്കുകയാണ് ക്രൂശിൽ. തനിക്ക് നേരെ ചൂണ്ടിയ അനേകം വിരലുകൾക്ക്, തനിക്ക് നേരെ ഉയർത്തപ്പെട്ട അനേകം ചോദ്യങ്ങൾക്കുള്ള മറുപടി, താനൊരു പൂർണ്ണ മനുഷ്യൻ കൂടിയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. എൻ്റെ കർത്താവിന് എന്തു പഠിപ്പിക്കാനുണ്ട്? കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴങ്ങൾ, ഡെപ്ത്. ആ ആഴങ്ങളെ കുറിച്ച് ഈ ശബ്ദം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് 7 മൊഴികളിലും എൻ്റെ കർത്താവ് അവസാനത്തെ സ്വരത്തിൽ വരെ എൻ്റെ കർത്താവ് ഈ ലോകത്തോട് ഞാനത് പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്നതൊന്നും ലോകം അന്നേ വരെ പഠിപ്പിച്ചതല്ല, സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ. നമ്മുടെ വിഷയം അതാണല്ലോ, എൻ്റെ കർത്താവ് പഠിപ്പിച്ചത് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളതാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വിതരണം ചെയ്ത നോട്ട്സിൽ എത്താത്ത ചില ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം എത്തിയത്. കാരണം ആ നോട്ട്സിലേക്ക് വന്നാൽ നമുക്ക് വളരെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റും. എന്നാൽ ആ നോട്ട്സിൽ വിശദീകരിക്കാത്ത ചില ഭാഗങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ നോട്ട് വരും. ആ നോട്ടിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം. എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന്റെ വായിലേക്ക് പുളിച്ച മദ്യം വായിലേക്ക് കുത്തിക്കയറ്റിയിട്ട് എൻ്റെ കർത്താവിനെ കുടിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം കർത്താവ് അത് നിരസിച്ചു. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ ക്രൂശിതനാകുന്നവർക്ക്, പീഡയേൽക്കുന്നവർക്ക്, ശരീരത്തിൽ കടുത്ത വേദന അനുഭവിക്കുന്നവർക്ക് ആ വേദനയിൽ നിന്നൊരു വേദനാ സംഹാരി എന്നോണം
ഇപ്രകാരം ചില ഏർപ്പാടുകൾ യഹൂദർക്കുണ്ടായിരുന്നു, അവർ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യേശു കർത്താവിന്റെ വായിൽ ആ പുളിച്ച മദ്യം കുത്തിക്കയറ്റുന്നു. എന്നാൽ എൻ്റെ കർത്താവ് അത് നിഷേധിച്ചു. അതിൻ്റെ ഒരു കാരണമുണ്ട്, നമുക്കതിൻ്റെ താഴെ കാണാം. ഒരു പക്ഷേ എനിക്ക് ദാഹിക്കുന്നു എന്ന് ക്രൂശിൽ കിടന്നിട്ട് തൻ്റെ 5-ാമത്തെ മൊഴിയായിട്ട് കർത്താവ് പറയുമ്പോൾ താഴെ നിന്ന യഹൂദൻ അഥവാ പടയാളി ഉള്ളിൽ ചോദിച്ചു കാണും, ഉള്ളിലെങ്കിലും ചോദിച്ചു കാണും, മണ്ടൻ, ക്രൂശിൽ കിടക്കുന്ന മണ്ടൻ. യേശുവിനെ അങ്ങനെ അവൻ സംബോധന ചെയ്ത് കാണാം. നിന്റെ വായിലല്ലേ നിനക്ക് ഞങ്ങൾ ഒരുമാതിരി തൻ്റെ വേദനയ്ക്ക് ഒരു പരിഹാരം മുന്നമേ തരുവാൻ വേണ്ടിയിട്ട് നിന്റെ വായിൽ ഈ മദ്യം വെച്ച് തന്നത്? അപ്പോഴേ നീ നിഷേധിച്ചിട്ട് ഇപ്പൊ നീ വീണ്ടും ദാഹിക്കുന്നു എന്ന് പറയുന്നത് എന്ത്? അതിന്റെ കഥ വിശ്വാസികൾക്കറിയാമല്ലോ, തിരുവചനം പഠിക്കുന്നവർക്കറിയാമല്ലോ. നീ കൊടുത്ത ആ വേദനാസംഹാരിയിൽ മറന്നു പോകേണ്ടുന്നതല്ല എൻ്റെ കർത്താവിൻ്റെ വേദന. ആ വേദനകൾ അവൻ കൃത്യമായും അനുഭവിക്കണം. ആ വേദന മുഴുവൻ തൻ്റെ ശരീരത്തിൽ ഒരു കുറവുമില്ലാതെ അനുഭവിച്ചതിന് ശേഷം എനിക്ക് ദാഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. ദൈവമക്കളെ, കർത്താവിന് സ്തോത്രം. ആ പീഡയുടെ എത്ര ശക്തമായ അവസ്ഥ! ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള അവൻ്റെ മനസ്സിൻ്റെ തയ്യാറും വില്ലിങ്നെസ്, ആ തയ്യാറിനെയുമാണ് ഈ വാക്കുകൾ കാണിക്കുന്നത്. 6-ാമത്തെ അവൻ്റെ ശബ്ദം പൂർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം. അവൻ അവന്റെ എബ്രായ ഭാഷയിൽ അവൻ വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി. ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന എബ്രായ പദത്തിന്റെ വാക്ക് അത് ഇങ്ങനെ അർത്ഥമാക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തിയായി. എന്തോ പൂർത്തിയായി? എന്തിനാണോ അവൻ വന്നത്, എന്തായിരുന്നു അവന്റെ ഉദ്ദേശ്യം, അതിന് പൂർണ്ണത വന്നു. കർത്താവിന് 7-ാമത്തെ വാക്ക്, പിതാവേ, നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. 7-ാമത്തെ മൊഴി. ആ വാക്ക് സംബോധന ചെയ്യുന്ന വാക്ക് പിതാവേ. 1-ാമത്തെ മൊഴിയിലും 7-ാമത്തെ മൊഴിയിലും കർത്താവ് തൻ്റെ മടിയിലിരുന്ന പ്രമോദപുത്രന്റെ സ്വരം പുറത്തെടുത്തു, പിതാവേ. ഒരു പക്ഷേ ക്രൂശിലേക്ക് നോക്കാതെ മുഖം മറച്ചു നിൽക്കുന്ന സ്വർഗസ്ഥനായ പിതാവിലേക്ക് എൻ്റെ കർത്താവിൻ്റെ 2-ാമത്തെ ശബ്ദം, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വിശ്വാസം, അതുപോലെ ആശ്രിതത്വം, ഇതൊക്കെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പോലും പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ചവൻ, പിതാവിനോടുള്ള തൻ്റെ ആശ്രിതത്വം, പിതാവിനോട് താൻ പുലർത്തുന്ന തൻ്റെ ആശ്രയം, താൻ പുലർത്തുന്ന തൻ്റെ വിശ്വാസം, ഇതൊക്കെ ഈ ലോകത്തെ പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ പോർഷൻ. വളരെ വേഗതയിലായതുകൊണ്ട് അതൊരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യും. ഇനി നമ്മൾ ഈ 7 മൊഴികളിൽ നോട്ട്സിൽ പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. ഓരോ മൊഴികളിലും കർത്താവ് എന്താണ് ഉപദേശിക്കുന്നത്, എന്താണ് താൻ പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ വിഷയത്തിനോട് ചേർന്നാണ് നമ്മളുടെ ചിന്ത പോവുക. നമ്മൾ കർത്താവിൻ്റെ ടീച്ചിങ്സ് ആണ് എന്നുള്ളത് കൊണ്ട് മൊഴികളിൽ പോലും കർത്താവിന് ചിലത് പഠിപ്പിക്കാനുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാനിതിൻ്റെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രൂശിലെ വാക്കുകളിൽ നിന്ന് കർത്താവ് കൊടുത്ത പ്രധാന പഠിപ്പിക്കലുകൾ.
ക്രൂശിലെ വാക്കുകളിൽ നിന്നും, ഈ 7 വാക്കുകളിൽ നിന്നും, 7 മൊഴികളിൽ നിന്നും കർത്താവ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ലോകത്തെ പഠിപ്പിച്ചത്? അത് 5 വാക്കുകളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. 5 വാക്കുകളിലല്ല, 5 പോയിന്റ്. 5 പോയിന്റുകൾക്കുള്ളിൽ വാക്കുകളുടെ എണ്ണം കൂടുതലുണ്ട്. 1, അതിൽ തന്നെ 2, ക്ഷമയും കരുണയും. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിന്റെ, കർത്താവ് കരുണ കാണിക്കുന്നതിന്റെ ആ പ്രാധാന്യത്തെയാണ് നമുക്ക് അതിൽ വരച്ചു കളിച്ചത്. അപ്പൊ കർത്താവ് ക്രൂശിൽ താൻ പഠിപ്പിച്ച 2 കാര്യം, പ്രത്യേകിച്ച് ഓർക്കേണ്ടുന്ന ഒരു കാര്യം, താൻ തന്റെ ജീവിതം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവാണ്. താൻ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നു. ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു. ലോകത്ത് ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള ഒരു അധ്യാപകൻ അത് ഏത് വിഷയമായാലും അദ്ദേഹം പഠിപ്പിക്കുന്നു. യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ അതല്ല. യേശു എന്താണോ പഠിപ്പിച്ചത് ജീവിതത്തിലൂടെ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. തന്റെ ബോർഡ് തന്റെ ജീവിതമാണ്. താൻ എഴുതിയത് തന്റെ ജീവിതത്തിലാണ്. താൻ കുറിച്ചത് തന്റെ ജീവിതത്തിലാണ്. താൻ വിരൽ ചൂണ്ടിയത് തന്റെ ജീവിതത്തിലേക്കാണ്, ലോകത്തിലെ മറ്റൊരു മഹാന്റെ ജീവിതത്തിലേക്കല്ല. ക്ഷമയുടെ പാഠം പഠിപ്പിച്ച മറ്റൊരാളെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ ചരിത്രത്തിലെ. കരുണയുടെ പാഠം പഠിപ്പിച്ച മറ്റൊരു ഗുരുവിനെ ഒന്ന് തപ്പി നോക്കൂ. തന്നിലേക്ക്, താൻ എന്ന ബോർഡിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് തന്നിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. 2, കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ അതിലും 2 ചിന്ത, വിശ്വാസവും വീണ്ടെടുപ്പും. വിശ്വാസത്തിന്റെ ശക്തി എന്ത് എന്ന് ആ കള്ളനെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടെടുപ്പിന്റെ പാഠവും അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവനത് അറിയില്ലായിരുന്നു, അവനത് പഠിച്ചിട്ടില്ല. അവനൊരു ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ക്രൂശിന് അവകാശം വരാവുന്ന ശിക്ഷയും ഏറ്റുവാങ്ങി എന്റെ യേശു കർത്താവിന്റെ ഒരു വശത്ത് വന്നിരിക്കുന്നവനാണവൻ. അവനെയാണ് ജീവിതത്തിൽ പഠിപ്പിക്കുന്നത്. വിശ്വാസം പഠിക്കാത്തവനെ വിശ്വാസവും, അന്നേ വരെ വീണ്ടെടുപ്പ് എന്തെന്നറിയാത്തവനെ വീണ്ടെടുപ്പും പഠിപ്പിച്ചു കൊടുക്കും എന്റെ ജീവിതത്തിൽ. കാരണം നല്ല കള്ളനോട് എന്റെ കർത്താവ് ഇതൊക്കെ വാഗ്ദത്തം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തിരിച്ചു പറയാനാവൂ. ചീത്ത കള്ളൻ എന്ന് വിളിക്കുന്ന ആ കള്ളനോട് ആ കള്ളൻ ചോദിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ രക്ഷിക്കാം, നീ ഞങ്ങളെയും. കർത്താവിന് സ്തോത്രം. കാരണം അവന് വീണ്ടെടുപ്പ് അറിയില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീ നിന്നെ രക്ഷിക്കാം. നീ ആദ്യം ചെയ്യേണ്ടത് നിന്നെ രക്ഷിക്കാം. ലോകം ഇന്നും ചോദിക്കുന്നത് അതാണ്. നിനക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ സാധിക്കും മുമ്പ് നീ നിന്നെ രക്ഷിക്കാം. എന്നാൽ യേശുവിന്റെ പഠിപ്പിക്കലുകൾ യേശുവിനെ രക്ഷിച്ചുകൊണ്ടല്ല യേശു മറ്റുള്ളവരെ വീണ്ടെടുക്കുന്നു. യേശുവിനെ തകർത്ത് കളഞ്ഞിട്ടാണ് യേശുവിനെ വീണ്ടെടുക്കുന്നത്, മറ്റൊരുവനെ വീണ്ടെടുക്കുന്നത്. അത് നല്ല കള്ളനെ പഠിപ്പിച്ചു എന്നതാണ്. എന്റെ കർത്താവിനെ നിന്ദിച്ചവൻ അറിയാത്ത പാഠത്തെ എന്റെ കർത്താവിനെ സപ്പോർട്ട് ചെയ്തവനെ കർത്താവ് പഠിപ്പിച്ചു. 3, കർത്താവ് കാണിച്ചത് അതിലും 2 ചിന്ത, കുടുംബവും ബന്ധങ്ങളും. തൻ്റെ മാതാവിനോടും താൻ പ്രിയം വെച്ച ശിഷ്യനോടും, അത് യോഹന്നാന്റെ തന്നെ വാക്കാണ്, താൻ പ്രിയം വെച്ച ശിഷ്യനോടും പഠിപ്പിച്ചു കൊടുത്തത് കുടുംബത്തിന്റെയും ബന്ധങ്ങളുടെയും ബാലപാഠങ്ങളല്ല അതിന്റെ പൂർണ്ണത. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാലപാഠങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോഴും ബാലപാഠങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് യോജിപ്പില്ലാത്ത കുടുംബങ്ങളും ബന്ധങ്ങളും അല്ലേ. നമുക്ക് ആരെയും വിധിക്കാൻ അധികാരമില്ല.
ആ ഹെഡന്റെ കുടുംബവും മാസ്റ്റർ ഒരു മിനിറ്റ് കുടുംബവും രണ്ടു പറഞ്ഞ ബന്ധങ്ങളും, ബന്ധം, ഓക്കെ ഓക്കെ റിലേഷൻ. കർത്താവിന് സ്തോത്രം. കുടുംബങ്ങളും ബന്ധങ്ങളും, ആ ബന്ധങ്ങളുടെ പ്രാധാന്യമൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സമൂഹം പരിശീലിക്കേണ്ടതില്ലേ? പഠിക്കേണ്ടതില്ലേ എന്നല്ല, പരിശീലിക്കേണ്ടതില്ലേ? കർത്താവിന് സ്തോത്രം. എന്റെ കർത്താവ് പഠിപ്പിച്ച 4-ാമത്തെ ചിന്ത, അതിലും 2 ചിന്തകളുണ്ട്: സഹനവും ത്യാഗവും. വേദനയൊക്കെ സ്വയം ഏറ്റുവാങ്ങുമ്പോൾ സഹനത്തിന്റെ പാഠം അതെത്ര വലുതാ എന്റെ കർത്താവ് കാണിച്ചു കൊടുക്കും. സ്വയം ത്യാഗം. ഈ വാക്കുകളൊന്നും ലോകത്തിന് അന്നേ വരെ പരിചയമില്ല. നാം ക്രിസ്ത്യാനിയായതുകൊണ്ടോ ക്രിസ്ത്യൻ ചിന്തകൾ പഠിപ്പിക്കുന്നത് കൊണ്ടോ കർത്താവിന്റെ പഠിപ്പിക്കുന്നതുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. നമ്മൾ പറയില്ലേ, അമിതമായ ആവേശം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. നിസ്വാർത്ഥമായ മനസ്സിൽ നിന്നും ഒരു ചെറിയ വിലയിരുത്തൽ ഈ വിഷയങ്ങൾ വായിക്കുമ്പോൾ നടക്കട്ടെ. 5-ാമത്തേത് വിശ്വാസവും കീഴടങ്ങലും. കേട്ടോ, പൈശാചികനെ ശാസിച്ചവൻ, ലോകത്തിന്റെ നെഗറ്റീവ് ഫോഴ്സിനെ ശാസിച്ചകറ്റിയവൻ, അവനോട് വചനം കൊണ്ട് അവനെ പഠിപ്പിച്ചവൻ, വചനം കൊണ്ട് അവനെ ശാസിച്ചവൻ, വചനമെന്ന വാളെടുത്തവൻ ഇവിടെ കീഴടങ്ങിയോ? നമ്മൾ ചോദിക്കും, ഇവിടെ കീഴടങ്ങിയോ? ഹേ മനുഷ്യ, നീ കീഴടങ്ങുന്നിടത്തല്ല എന്റെ യേശു കർത്താവ് കീഴടങ്ങുന്നു. ഹല്ലേലൂയ. എന്റെ യേശു കർത്താവിന്റെ കീഴടങ്ങളിൽ വ്യത്യസ്തം. ലോകമനുഷ്യൻ കീഴടങ്ങുന്നത് ചില നെഗറ്റീവ് ശക്തികൾക്ക് മുമ്പിലാണ്. സ്വർഗത്തിലെ വലിയ കർത്താവ് കീഴടങ്ങുന്നതും അതിന്റെ ഉദ്ദേശ്യവും വ്യത്യസ്തതയും. വിശ്വാസവും കീഴടങ്ങലും 5 സെറ്റായിട്ട് പിടിച്ചു. ക്രൂശിൽ നിന്ന് എൻ്റെ കർത്താവ് പഠിപ്പിച്ച ചിന്തകളെന്തല്ല? ക്ഷമയും കരുണയും, വിശ്വാസവും വീണ്ടെടുപ്പും, കുടുംബവും ബന്ധങ്ങളും, സഹനവും ത്യാഗവും, വിശ്വാസവും കീഴടങ്ങലും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ തുടങ്ങിയ ആ എസ്സേ കഴിഞ്ഞു. 4-ാമത്തെ എസ്സേ കഴിഞ്ഞു. 5-ാമത്തേതിന് മുമ്പിൽ നമ്പർ അവിടെ ഇട്ടിട്ടില്ല. ഞാൻ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത എസ്സേയാണ്. ഇപ്പൊ 4-ാമത്തെ എസ്സേയാണ് നമ്മൾ കണ്ടത്. യേശു കർത്താവ് ക്രൂശിൽ നിന്ന് പുറപ്പെടുവിച്ച 7 ധ്വനികൾ, 7 ശബ്ദങ്ങൾ. 7 ശബ്ദങ്ങൾ. ആ 7 ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചത് 7 ശബ്ദങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവിന്റെ ഉപദേശങ്ങൾ എന്താ, 7 ശബ്ദങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ എന്താ, അതാണ് നമ്മൾ പഠിച്ചത്. 7 ശബ്ദങ്ങളിൽ നിന്നും എൻ്റെ കർത്താവിന്റെ പലതും നമുക്ക് പെറുക്കിയെടുത്ത് ധ്യാനിക്കാനും പഠിക്കാനും ഉണ്ട്. പക്ഷെ നമ്മുടെ വിഷയത്തിന് ഒത്ത വിധമാണ് നമ്മൾ പഠിച്ചുപോയി. പിന്നീട് ഒരു സമ്മറി ആക്കിയിട്ട് ക്രൂശിൽ നിന്ന് ഉയർന്ന ശബ്ദങ്ങളുടെ ആകത്തുക 5 ചിന്തകളാക്കി അതിൽ 10 വാക്കുകൾ രേഖപ്പെടുത്തി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യേശുവിന്റെ മരണം. ഇപ്പൊ ക്രൂശിലാണ് എൻ്റെ യേശു, മരിച്ചിട്ടില്ല. ഈ ക്രൂശിൽ കിടക്കുന്നവന്റെ മരണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. യേശു കർത്താവിന്റെ മരണം. 2, യേശു കർത്താവിന്റെ പുനരുദ്ധാനം. 3, യേശു കർത്താവിന്റെ സംഭവിച്ചു തീരാത്ത 2-ാം വരവ്. കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം, കർത്താവിന്റെ 2-ാം വരവ്. അതാണ് ഇനി പഠിക്കാനിരിക്കുന്ന നമ്മുടെ എസ്സേ. ഈ വിഷയങ്ങള് നമ്മൾക്ക് മുൻകൂട്ടി തന്നിട്ടുള്ള ആ നോട്ട്സിൽ ഈ പറയുന്ന വിശദീകരണങ്ങളില്ല. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചത്. അത് ആദ്യം പറഞ്ഞല്ലോ. അപ്പോ യേശുവിന്റെ മരണം, യേശുവിന്റെ മരണത്തിൽ നിന്ന് യേശുവിനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ചിലതല്ല, പഠിപ്പിക്കാനുണ്ട്. നമുക്കത് എന്താണെന്ന് കേൾക്കാം. യേശുവിന്റെ മരണത്തിൽ നിന്ന് എന്തു പഠിപ്പിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ മരണത്തിൽ നിന്ന് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ?
മരണം വഴി മനുഷ്യനെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ലോകത്തിനെ മരണത്തിൽ അവസാനിക്കുകയാണ്. എന്നാൽ എൻ്റെ യേശുവിന്റെ മരണത്തിൽ തുടങ്ങുകയാണ് ചരിത്രം. കാലഘട്ടത്തിന്റെ ചരിത്രം, രണ്ടായി വിഭജിക്കപ്പെട്ടതിന്റെ ചരിത്രം AD എന്നും BC എന്നും. എൻ്റെ യേശു കർത്താവിന്റെ മരണം അവസാനമല്ല. എൻ്റെ യേശു കർത്താവിന്റെ മരണം ഒരു വീണ്ടും ഉള്ള ഒരു പുറപ്പാടാണ്, പഠിപ്പിക്കലുകളുടെ ആരംഭമാണ്. രണ്ടാമത്തെ പുനരുദ്ധാനം. ആ വാക്കിന് അവകാശം വന്നവർ ഈ ലോകത്ത് ആരുണ്ട്? ആ പുനരുദ്ധാനത്തിൽ നിന്നും എൻ്റെ കർത്താവിന് ചിലത് പഠിപ്പിക്കാനുണ്ട്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നും പൂർത്തിയായി തീരാത്ത കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. അപ്പൊ നമ്മൾ ചോദിക്കും, രണ്ടാമത്തെ വരവ് സംഭവിച്ചിട്ടില്ലല്ലോ. രണ്ടാമത്തെ വരവ് സംഭവിച്ചിട്ടില്ലെങ്കിലും എന്താണ് രണ്ടാമത്തെ വരവെന്നും രണ്ടാമത്തെ വരവിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും ദാനിയേലും, അവിടത്തെ പഴയ നിയമത്തിലെ ദാനിയേലും പുതിയ നിയമത്തിന്റെ വെളിപാടുകളും നമ്മെ ആവർത്തിച്ചു പഠിപ്പിച്ചു. എന്താണ് തന്റെ രണ്ടാം വരവിൽ സംഭവിക്കുക? അപ്പൊ രണ്ടാം വരവിൽ നിന്നും കർത്താവ് ചിലത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സാധിക്കുന്ന വിധം അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കും. കർത്താവിന് സ്തോത്രം. മരണം, പുനരുദ്ധാനം, രണ്ടാമത്തെ വരവ് എന്നിവയിലുള്ള പഠിപ്പിക്കലുകൾ. കർത്താവിന് സ്തോത്രം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ മുന്നമേ ഏൽപ്പിച്ച നമ്മുടെ നോട്ട്സിലേക്കാണ്. കാരണം ആ നോട്ട്സ് നമുക്കൊപ്പം പോകേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് അവസാനം പോർഷൻ തീരാതെ വരും. അതുകൊണ്ട് ആ ബുക്കും കൂടി ഒപ്പം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. അതിനാദ്യത്തേത് നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ, കർത്താവായ ക്രിസ്തുവിന്റെ ഉപദേശത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ പറയും, നമ്മൾ അത് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സിലെ ഇൻട്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലത് നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമുണ്ട്. എൻ്റെ കർത്താവിന്റെ ചരിത്രം എഴുതിയ പലരുമുണ്ട്. അവരുടെ രണ്ടുപേരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരൊന്നുമല്ല, നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്ന അനേകം ചരിത്രകാരന്മാർ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ യേശുവിനെ കുറിച്ച് എഴുതിയെങ്കിലും ടാസിറ്റസ്, ജോസീഫസ് എന്നൊക്കെ പറഞ്ഞ് ചില എഴുത്തുകാരുടെ പേര് നമ്മുടെ നോട്ട്സിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ടാസിറ്റസും ജോസീഫസും ഒക്കെ കൂടാതെ പിന്നെയും അനേക എഴുത്തുകാർ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ എത്ര എഴുത്തുകാർ എഴുതിയാലും എൻ്റെ യേശു കർത്താവിന്റെ 4 സുവിശേഷങ്ങളിലുള്ള അർത്ഥം അത് വിശദീകരിക്കാൻ ഒരു എഴുത്തുകാരും സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ടത് സുവിശേഷങ്ങളാണ്, 4 സുവിശേഷങ്ങൾ. ഇനി ഓർക്കുക, യേശു കർത്താവിന്റെ 4 സുവിശേഷങ്ങൾ എന്ന് രൂപപ്പെട്ടു? യേശു ജീവിച്ചിരിക്കെ യേശുവിന്റെ സുവിശേഷങ്ങൾ രൂപപ്പെട്ടോ? യേശു ജീവിച്ചിരിക്കെ യേശുവിന്റെ ചരിത്രം എഴുതപ്പെട്ടോ? യേശു ജീവിച്ചിരിക്കെ ഈ പറയുന്ന സുവിശേഷങ്ങൾ എഴുതപ്പെട്ടോ? ഇല്ല. അതവിടെ പ്രത്യേകം പറയുന്നില്ല. യേശുവിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഇതിൽ വർഷത്തിന്റെ കൃത്യമായ ഒരു കണക്ക് പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ കൃത്യമായ കണക്കിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. എന്നാലും ഏകദേശം എൻ്റെ കർത്താവിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് സുവിശേഷങ്ങളിലേക്ക് ലോകം വരുന്നത്. ആ സുവിശേഷങ്ങൾ അതുവരെ അപ്പൊ എങ്ങനെ ശേഖരിക്കപ്പെട്ടു? അത് കൃത്യമായ ഉത്തരം. അതിനെ വാമൊഴികൾ, അതിനുദാഹരണം. വാമൊഴികളായി അത് നിലനിന്നു. പറഞ്ഞ് അത് കാലങ്ങളിലേക്ക് പകർന്നു കൊടുത്തു. എഴുതുന്ന കാലം വരെയും അത് വാമൊഴികളായി നിന്നു. ചിലത് രേഖപ്പെടുത്തി വെക്കാനുള്ള ചില പ്രത്യേക സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലേക്ക് അത് കൈമാറുകയും പിന്നീട് 4 സുവിശേഷങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. AD 30 ശേഷം ഈ ഭാഗങ്ങൾ രൂപപ്പെട്ടു. എന്തായാലും
ഈ എഴുത്തുകാരുടെ 4 പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ എഴുതിയ 4 പേരുടെയും ലക്ഷ്യം ഒന്നാണ്. കർത്താവിന് സ്തോത്രം. അവർ അവനിൽ കൂടി വിശ്വസിച്ച് നിത്യജീവൻ അവർ അനുഭവിച്ചതുപോലെ മറ്റുള്ളവരും അനുഭവിച്ചു. അവർ 4 എഴുത്തുകാർ എന്ത്? തങ്ങൾ കർത്താവിൽ വിശ്വസിച്ചു, അവർ നിത്യജീവന്റെ അവകാശികളായി. ഇതുപോലെ ഇതാർ വായിക്കുന്നോ, യേശുവിനെ ആർ ഉൾക്കൊള്ളുന്നോ, അവരും വിശ്വസിക്കുകയും അവരും നിത്യജീവന്റെ അവകാശികളാവുകയും വേണം. ഇതായിരുന്നു പ്രധാനപ്പെട്ടത് ഈ എഴുത്തിന്റെ ഉദ്ദേശം, 4 സുവിശേഷങ്ങളുടെ ഉദ്ദേശം. നമുക്കറിയാം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഈ 3 എഴുത്തുകാരെയും ചേർത്ത് അവരുടെ എഴുത്തുകളെ, അവരുടെ സുവിശേഷങ്ങളെ, അവർ എഴുതി വെച്ചതിനെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിളിക്കും. നിങ്ങൾക്കിത് പഠിക്കാനുണ്ട് മറ്റു ചില വിഷയങ്ങളിൽ. അവിടെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം പരാമർശിച്ചു പോയി എന്ന് മാത്രം. അതെന്താ സമവീക്ഷണ സുവിശേഷങ്ങൾ? ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? സമവീക്ഷണങ്ങളാണ്. നമുക്കത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് അവയെ മറ്റൊരു പേര് വിളിക്കുന്നു സമാന്തര സുവിശേഷങ്ങൾ. സമാന്തര സുവിശേഷങ്ങൾ ഒരേപോലെ പോകുന്ന, അതാണല്ലോ ഒരേപോലെയുള്ള 3 വര ഇട്ടാൽ അത് സമാന്തരം എന്ന് നമ്മൾ പറയില്ലേ? ഒരേപോലെ യാത്ര ചെയ്യുന്ന 3 എഴുത്തുകാരുടെ 3 എഴുത്തുകളുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിന്റെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിളിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന് പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ മിസ്റ്റിക് ഗോസ്പൽ. അത് വ്യത്യസ്തതയുള്ളതാണ്. അതിനൊരു വ്യത്യസ്തതയുണ്ട്. അതിന്റെ പഠിപ്പിക്കലുകൾ അതുകൊണ്ട് വ്യത്യസ്തതയുണ്ട്. നമുക്ക് നമ്മുടെ നോട്ട്സിന്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ എക്സ്ട്രാ ചിന്തകളിലൂടെ നമുക്ക് അതിനെ പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മത്തായിയാണ്. വേദപുസ്തകത്തിൽ ചേർത്ത ആദ്യത്തെ എഴുത്ത് മത്തായിയുടേതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദ്യമായി എഴുതപ്പെട്ടത് മത്തായിയുടേതാണോ? അല്ല. ആദ്യമായി എഴുതപ്പെട്ടത് 4 എഴുത്തുകാരിൽ ആദ്യമായി എഴുതപ്പെട്ട അഥവാ എഴുതിയ എഴുത്തുകാരൻ മാർക്കോസാണ്. പക്ഷെ നാം വായിക്കുന്നത് മത്തായിയുടെ ശബ്ദമാണ്. വേദപുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന മത്തായിയാണ്. വിശുദ്ധ മത്തായിയെ കുറിച്ച് നമുക്ക് ചില ചിന്തകൾ ചിന്തിക്കാം. കർത്താവിന് സ്തോത്രം. ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി 3 പോയിന്റ് ആക്കി പറയട്ടെ ആദ്യം. അതുകൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കും. നോട്ട്സിലുള്ള അതേ വാക്കുകളാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നോട്ട്സ് പെട്ടെന്ന് ഒന്ന് തുറന്നു വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ്, ഞാൻ ഏൽപ്പിച്ചതല്ല, നിങ്ങൾക്ക് PPC തന്നിട്ടുള്ള നോട്ട്സ്, ആ നോട്ട്സ് ഒന്ന് തുറന്നു വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ വളരെ മനസ്സിലാവും. പേജ് നമ്പർ 2 ഞാൻ ഈ പറയുന്ന ഭാഗം. പേജ് നമ്പർ 2 ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള 4 എഴുത്തുകാർ 4 ചിത്രങ്ങളാണ് കർത്താവിനെ കുറിച്ച് കാണിച്ചത്. 4 എഴുത്തുകാർക്ക് പഠിപ്പിക്കാനുള്ളത് 4 ചിത്രങ്ങൾ. പ്രത്യേകിച്ച് മത്തായി പഠിപ്പിച്ചത് യഹൂദന്മാരുടെ രാജാവായ യേശു കർത്താവിനെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരേ യേശു അല്ലേ, പിന്നെ എങ്ങനെയാ 4 ചിത്രമായി മാറുന്നത്, 4 പഠിപ്പിക്കലുകളായി മാറുന്നത്? അങ്ങനെ വരുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹതയല്ലേ ഉണ്ടാകുക? അല്ല. മത്തായി കണ്ടത്, മത്തായി പഠിപ്പിച്ചത്, മത്തായി സുവിശേഷം എഴുതിയത് യഹൂദ ജനതയുടെ അവരുടെ പഠനത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനായവനെയാണ് മത്തായി വരച്ചു കാണിച്ചത്. നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ പുത്രനായി, അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നും ദാവീദിന്റെ പുത്രനായി യേശു കർത്താവ് ജനിച്ചു. ഇങ്ങനെയാണ് മത്തായിയുടെ വിശദീകരണം. അവൻ വരച്ചു കാണിക്കുന്നത് യഹൂദന്മാർക്കായി പിറന്ന ഒരു രക്ഷകനെ കുറിച്ചാണ്. യഹൂദന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ചെയ്ത മശിഹായാണ് യേശു. ഇതാണ് മത്തായിയുടെ പഠിപ്പിക്കുന്നത്. ഈ മശിഹായെ യഹൂദൻ വിട്ടുകളഞ്ഞാൽ
അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നോട്ട്സിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിലേക്ക് നോക്കൂ. യഹൂദൻ മശിഹായെ വിട്ടുകളഞ്ഞാൽ അവന്റെ മേലൊരു ന്യായവിധി വരും. അതും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഒന്ന്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെയാണ് അബ്രഹാമിന്റെ സന്തതി, ദാവീദിന്റെ പുത്രനായി ആ കുലത്തിൽ ജനിച്ചവനായ യേശു കർത്താവ്. യഹൂദന്മാർ ആദ്യമേ കാത്തിരുന്ന ഒരു മനുഷ്യൻ മശിഹ. ആ മശിഹായെ അവരുടെ മുന്നിൽ എത്തുമ്പോൾ യഹൂദൻ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, യഹൂദൻ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, യഹൂദൻ അതിന്റെ ന്യായവിധി അനുഭവിക്കും. ഇത് വിശുദ്ധ മത്തായി കൃത്യതയോടെ എഴുതി വെച്ചു. അത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ കൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ. കർത്താവിന്റെ ഉപദേശങ്ങൾക്കാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെക്കാൾ മത്തായി പ്രാധാന്യം കൊടുക്കും. ശ്രദ്ധിക്കണം. ഒന്ന്, കർത്താവിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് പ്രാധാന്യം ഇല്ലേ? ഉണ്ട്. മറ്റു സുവിശേഷങ്ങളിൽ കർത്താവിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ മത്തായി പ്രാധാന്യം കൊടുക്കുന്നത് യേശു കർത്താവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെക്കാൾ കർത്താവ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിന്റെ ഉപദേശങ്ങൾക്കാണ്. അത് എബ്രായ ഭാഷയിൽ ആദ്യമായി മത്തായി എഴുതി ചേർക്കുന്നത് എബ്രായ ഭാഷയിൽ. അത് പിന്നീട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഇതാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. അത് എഴുതി എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടത് പിന്നീട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ആരാണ് ഈ മത്തായി? നമുക്കൊരു വാക്ക് അത് കേൾക്കണമല്ലോ. മത്തായി ആരാണ്? മത്തായി ഒരു ചുങ്കക്കാരൻ. ഇവർക്കൊക്കെ പ്രൊഫഷനുണ്ട്. കർത്താവിന് സ്തോത്രം. മത്തായി ചുങ്കക്കാരനാണ്. ഹല്ലേലൂയ. തൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പക്ഷേ തൻ്റെ ചില ഡയറി കുറിപ്പുകൾ എന്ന പോലെയുള്ള കുറിപ്പുകൾ, ആ ഡയറി കുറിപ്പുകൾ എന്ന പോലെയുള്ള കുറിപ്പുകളിൽ നിന്നായിരിക്കാം വിശദമായ ഈ സുവിശേഷത്തിന്റെ പുറപ്പാട്. എന്തായാലും മത്തായിക്ക് പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്ത ദൈവരാജ്യം എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ശ്രദ്ധിക്കണം. ദൈവരാജ്യം. നമ്മുടെ നോട്ട്സിൽ നിന്ന് അപ്പുറമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ചിട്ട് ഒരു എക്സ്ട്രാ നോട്ട്സ് നമുക്ക് തരും. അതുകൂടാതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട്സിന്റെ പുറകിലേക്ക് ഒന്ന് മറിച്ചു നോക്കിക്കോ. അതിന്റെ 26ാമത്തെ പേജിൽ ഈ പറയുന്ന ദൈവരാജ്യത്തെ കുറിച്ച്, മത്തായി പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ നോട്ട്സ് ദൈവരാജ്യത്തെ കുറിച്ചിട്ട് വരും. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചിട്ട് ഒരു സുദീർഘമായ പഠിപ്പിക്കലാണ് മത്തായി നടത്തുന്നത്. അപ്പൊ ഒന്ന്, ഞാൻ പറഞ്ഞത് മത്തായിയിൽ നിന്ന് പഠിക്കുന്ന ഒന്ന്, തന്റെ ഉപദേശങ്ങൾക്ക്, കർത്താവിന്റെ ഉപദേശങ്ങൾക്ക് ഏറെ പ്രാധാന്യം. 2, യെശയ്യാ പ്രവാചകൻ പറയുന്നതിന്റെ നിവർത്തിയായിട്ട്, കർത്താവിന്റെ സ്തോത്രം, യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടതായതുകൊണ്ട് യഹൂദന്മാരുടെ പ്രവാചകന്മാരുടെ ശബ്ദം എടുത്തു പറയാൻ വേണ്ടി മത്തായി താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ എന്തോ പറഞ്ഞ് ആ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയായി എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ആവർത്തിച്ചു വരും. പ്രവാചകന്റെ വാക്കുകൾ നിവർത്തിയായി, പ്രവാചകന്റെ വാക്കുകൾ നിവർത്തിയായി. പഴയ നോട്ട്സിൽ അത് 16 പ്രാവശ്യം, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിൽ അങ്ങനെ 16 പ്രാവശ്യം നിവർത്തിയായി എന്ന് ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നു. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ ചിന്ത, എന്റെ കർത്താവ് ആ ജീവിതം കർത്താവിന്റെ ജനനത്തിന് മുൻപേ പ്രവചിക്കപ്പെട്ട ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് യഹൂദ ജനതയെ പഠിപ്പിച്ചു. ഒന്ന്.
തന്റെ ഉപദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നു. പ്രത്യേക ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. 2, പ്രവചനങ്ങളിലെ യേശു കർത്താവിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രവചനങ്ങളുടെ നിവൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. നിവൃത്തീകരിക്കപ്പെടുന്ന പ്രവചനങ്ങൾ. 3, യേശു കർത്താവിന്റെ വംശാവലി. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ വംശാവലിയും, ആ വംശാവലി മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണാം. പക്ഷേ ഈ 2 സുവിശേഷങ്ങളിലെയും വംശാവലികൾക്ക് തമ്മിൽ ചില വ്യത്യസ്തതകളുണ്ട്. അതും കൂടെ നമുക്ക് പഠിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം വരുമ്പോൾ അത് പ്രത്യേകിച്ച് പഠിക്കാം. കർത്താവിന്റെ സ്തോത്രം. അപ്പോ 3ാമത്തെ പ്രത്യേകത, മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവിന്റെ വംശാവലി രേഖപ്പെടുത്തി. അതിൽ 4ാമത്തെ ചിന്ത, വിദ്വാൻമാർ യേശുവിന്റെ ജനനത്തിന്റെ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല, ഉത്തരം വന്നിട്ടില്ല. എന്നാൽ മത്തായി ഇതിന്റെ ഉത്തരം ചേർക്കുന്നുണ്ട്. പിലാത്തോസിന്റെ മുന്നിൽ വാദിക്കപ്പെടുമ്പോൾ, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ ആട്ടിൻകുട്ടി എന്ന പോലെ എന്റെ യേശു കർത്താവ്, ശാന്തനായി നിൽക്കുന്ന യേശു കർത്താവിൽ നിന്ന് ഒരു പ്രത്യേകമായ സ്വരമുണ്ടാകുന്നുണ്ട്. പിലാത്തോസിന്റെ മുന്നിൽ വെച്ചിട്ട് യഹൂദന്മാരുടെ രാജാവ്, അത് യേശു സമ്മതിക്കുന്നു. ഇത് ഒരു പൂർത്തീകരണമാണ്. ഇത് മത്തായി പറയുന്നു. യഹൂദന്മാരുടെ രാജാവ് എവിടെ, രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചിറങ്ങിയ വിദ്വാൻമാരുടെ ശബ്ദത്തോട്, അവർ ചോദിച്ച ചോദ്യത്തോട് ഒരു ഉത്തരം മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ചേർക്കപ്പെടുന്നു. അത് യേശുവാണ്, ആ യഹൂദന്മാരുടെ രാജാവ്. ആ യഹൂദന്മാരുടെ രാജാവ് എന്ന തലക്കുറിപ്പ് ഇന്നും ലോകത്തിന് വ്യക്തമാകത്തക്ക വിധം ക്രൂശിന്റെ ഏറ്റവും ഉന്നതത്തിൽ എഴുതി. കർത്താവിന് സ്തോത്രം. ചിന്ത 2ാമത്തെ സുവിശേഷത്തിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിന്റെ 3ാമത്തെ പേജ്. നമ്മൾ ഇനി കാണുന്ന മാർക്കോസിന്റെ സുവിശേഷം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ മാർക്കോസ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന യേശു, നമ്മൾ ഒന്ന് നോക്കണേ. മത്തായി പഠിപ്പിക്കാൻ ശ്രമിച്ച യേശു യഹൂദന്മാരുടെ രാജാവായ യേശുവാണ്. എന്നാൽ മാർക്കോസ് പഠിപ്പിക്കാൻ പുറപ്പെടുന്ന യേശു, ഞാൻ ആദ്യം പറഞ്ഞു, 4 സുവിശേഷത്തിലും 4 ചിത്രം വരും. മാർക്കോസ് പഠിപ്പിക്കുന്ന യേശു കഷ്ടത അനുഭവിക്കുന്ന ഒരു മാഷെ കേൾക്കാനില്ല. മാഷെ കേൾക്കാനില്ല. നെറ്റ് പോയതായിരിക്കും ഷാജി ബ്രദറെ. ഇവിടെയും ഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയില്ല, അതുപോലെ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ വീശുന്നുണ്ട്. മാഷ് റീജോയിൻ ചെയ്യേണ്ടി വരും. ലെഫ്റ്റ് ഹാൻഡ് വീണ്ടും വരും വിചാരിക്കുന്നു. റീജോയിൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. എടാ കറണ്ട് പോയിട്ടാണോ അറിയില്ല. കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് അത്രയും സ്ട്രോങ് ആണ്.
കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയാനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയാനില്ലായേ. ഇപ്പൊ ഞങ്ങൾക്ക് മൊത്തം കറണ്ട് പോയിണ്ടാവും, അതാണ് ഏറ്റവും കാരണമായിരിക്കാം. നമുക്ക് ഏതായാലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് അങ്ങനെ ചെയ്യല്ലേ സിസ്റ്ററെ? ഞാൻ മാഷിനെ വിളിച്ചു നോക്കാൻ നോക്കുമായിരുന്നു. ബാക്കി എങ്ങനെയാണെങ്കിൽ ക്ലാസ് ബാക്കി നോട്ട്സ് വോയിസ് ആക്കി വന്നാൽ മതി. ഒരു സെക്കൻഡ്. ഓക്കെ. കോള് പോണില്ല. ഈ പെഞ്ഞാമക്ക് വിളിച്ച കിട്ടില്ല, അവിടെ ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഷാജു, ഒരു മിന്നലില് നെറ്റ് കട്ടായി, ഒരു മിന്നലുണ്ടായതാ. ഓക്കെ പക്ഷെ തുടങ്ങിക്കോളൂ. ഞാന് ഞാൻ കുറച്ചു നേരം നെറ്റ് കട്ടായിട്ടും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് നെറ്റ് കട്ടായത് മനസ്സിലായില്ല. പെട്ടെന്നൊരു മിന്നലിൽ നെറ്റ് പോയി. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ കേട്ടതിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. പേജ് 3 പറഞ്ഞുകൊണ്ടിരുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന, നമുക്ക് ഒരു 5 മിനിറ്റ് കൂടിയും കിട്ടും, 5-10 മിനിറ്റ് കൂടിയും കിട്ടും, നമുക്കത് ഉപയോഗപ്പെടുത്താം. 5 മിനിറ്റ്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം പഠിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവായ യേശുവാണ് എങ്കിൽ, മത്തായി ചിത്രീകരിച്ചത് യഹൂദ രാജാവായ യേശുവിനെ കുറിച്ചാണെങ്കിൽ, മാർക്കോസിന്റെ സുവിശേഷത്തിൽ മാർക്കോസ് വരച്ചു കാണിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്ന, കഷ്ടതയുടെ ദാസനായ, കഷ്ടമനുഭവിക്കുന്ന ദാസനായ ക്രിസ്തു, കർത്താവിന് സ്തോത്രം. യേശുവിനെ ശുശ്രൂഷകനായിട്ടാണ്, ശുശ്രൂഷിക്കാൻ വന്നവനായിട്ടാണ്, അരയിൽ ഉറുമാൽ കെട്ടി ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കുന്നവൻ, ഏതും ഏറ്റെടുക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നവൻ, അങ്ങനെയുള്ള ഒരു യേശുവിനെയാണ് കാണിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ നമ്മളുടെ ഏറ്റവും പ്രത്യേകത കൂടെ ഒന്ന് വേഗത്തിൽ പറഞ്ഞോട്ടെ. മർക്കോസിന്റെ സുവിശേഷം ഞാൻ പറഞ്ഞു, ചേർക്കപ്പെട്ടതിൽ ആദ്യത്തേത് മത്തായി എങ്കിൽ എഴുതപ്പെട്ടതിൽ ആദ്യത്തേത് മാർക്കോസിൻ്റെതാണ്. പുസ്തകത്തിൽ ചേർക്കപ്പെട്ടത് മത്തായിയുടെ സുവിശേഷമെങ്കിൽ ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസിന്റെ സുവിശേഷമാണ്. ഈ മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ മാർക്കോസിന്റെ ഭവനത്തിന് പോലും പ്രത്യേകതയുണ്ട്. മാർക്കോസിന്റെ ഭവനം ആദിമ സഭയുടെ കൂടിവരവ് നടന്നിരുന്ന സ്ഥലമാണ് മാർക്കോസിന്റെ ഭവനം. മാർക്കോസിന്റെ ഭവനത്തിൽ ഇന്നും ആരാധന നടക്കുന്നതായി വിശുദ്ധ പ്രദേശങ്ങൾ കണ്ടവരെ വിശദീകരിക്കുന്നു. മർക്കോസിന്റെ വീട് ആദിമ സഭയുടെ കൂടിവരവ്, വേദപുസ്തക പ്രകാരം കൂടിവരവ് നടന്നിരുന്ന, ചില പ്രധാന കൂടിവരവുകൾ നടന്നിരുന്ന സ്ഥലമാണ്. കർത്താവിന് സ്തോത്രം. അതിന്റെ ഉള്ളിൽ നിന്ന്, മാർക്കോസിൽ നിന്ന് നമുക്ക് ചിലതൂണി പഠിക്കാനുണ്ട്. മാർക്കോസ് തന്റെ അറിവ് ശേഖരിച്ചത് ഏറിയ പക്ഷവും പത്രോസിൽ നിന്നാണ് എന്നൊരു പഠിപ്പിക്കുക. തന്റെ വിശദമായ വിധമുള്ള അറിവ് താൻ ശേഖരിക്കുന്നത്
പത്രോസിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ ഒരു സഹകാരിയായ മാർക്കോസിനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പത്രോസിന്റെ സഹകാരിയായി പത്രോസിനോടൊപ്പമുള്ള ഒരു മാർക്കോസ്. കർത്താവിന് സ്തോത്രം. മത്തായി പ്രാധാന്യം കൊടുത്ത പോലെ ദൈവരാജ്യ പഠനത്തിന് മാർക്കോസും പ്രാധാന്യം കൊടുത്തു. ഇതാണ് മാർക്കോസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. മത്തായി പഠിപ്പിച്ചതുപോലെ മാർക്കോസും ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തു. ഞാന് മൂന്നാമത്തെ സുവിശേഷത്തിലേക്ക് കടന്നോട്ടെ. ആ 3 സുവിശേഷത്തിലൂടെ സമവീക്ഷണ സുവിശേഷങ്ങൾ കഴിയും. മത്തായി, മാർക്കോസ്, ലൂക്കോസ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസ് ചിത്രീകരിക്കുന്നത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി വന്നവനായ യേശുവിനെയാണ്. മത്തായി വരച്ചു കാട്ടിയത് യഹൂദന്മാരുടെ രാജാവായ യേശു. മാർക്കോസ് വരച്ചു കാട്ടിയത് ക്രിസ്തു കഷ്ടമനുഭവിക്കുന്ന ദാസനായിട്ടെങ്കിലും ലൂക്കോസ് വരച്ചു കാണിക്കുന്നത് സകല മനുഷ്യരുടെയും രക്ഷകനായി വന്നവനായ യേശുവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയവന്റെയും ചെറിയവന്റെയും യേശു, അതൊരു വലിയ പഠിപ്പിക്കലാണ്. വലിയവനെ കുറിച്ചും ചെറിയവനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ പഠിപ്പിക്കൽ. വലിയവനെയും ചെറിയവനെയും നമ്മൾ പലതും ഒക്കെ പ്രസംഗിച്ചു പോകുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ വേർതിരിവുകൾ കാണും. എന്നാൽ വിശുദ്ധ ലൂക്കോസ് പറയുകയാണ് തനിക്ക് പഠിപ്പിക്കാനുള്ളത് വലിയവനും ചെറിയവനും കർത്താവായിരിക്കുന്ന ശമര്യന് കർത്താവായിരിക്കുന്ന ശമര്യന്റെ വിശദീകരണം ഉണ്ടല്ലോ. ശമര്യക്കാരന്റെ കഥയുടെ വിശദീകരണം ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. സൗഖ്യപ്പെട്ടതിൽ യഹൂദന്മാരായവർ ആരും വരാതിരുന്നപ്പോ ഒരു താഴ്ന്നവനായ ശമര്യൻ തിരിച്ചു വന്നു. യേശു കർത്താവിന്റെ താഴ്ന്നവനിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന യേശുവിനെ വരച്ച് കാണിക്കാൻ മാർക്കോസ് പ്രത്യേകം, ലൂക്കോസ് പ്രത്യേകം താല്പര്യം കാണിക്കുന്നു. പുറജാതികളുടെ, ശമര്യരുടെ ഒക്കെ ഒരു യേശു കർത്താവിനെ കാണിക്കാൻ അദ്ദേഹം വളരെ താല്പര്യം കാണിക്കുന്നു. ഈ ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യന്റെ പേരിനോടാണ് ആ സുവിശേഷത്തിന്റെ ആരംഭം. വിജാതീയനായ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗത്തിൽ, അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഇദ്ദേഹം. അന്നത്തെ ചില നിലവാരത്തിൽ അയാൾ മുന്നിട്ട് നിന്നിരിക്കാം. ആ തെയോഫിലോസിനോട് സംസാരിച്ചുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. സകല രക്ഷകരുടെയും രക്ഷകനായ യേശുവിനെ ലൂക്കോസ് പരിചയപ്പെടും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. എനിക്ക് തന്ന സമയം അവസാനിച്ചു. ഒരു സെക്കൻഡ്, ഒരല്പസമയം ക്ലാസിൻ്റെ ഉള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായതിന് മാപ്പ് ചോദിക്കുന്നു. എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ സ്വർഗ്ഗത്തിലെ വലിയ ദൈവം സഹായിച്ചു. ജയമെടുക്കാൻ ദുഷ്ടനെ അനുവദിക്കാത്തവൻ അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവ്. കർത്താവിന് സ്തോത്രം. ഇന്ന് പഠിച്ച പാഠങ്ങൾ ഓടി ഒന്ന് മനസ്സിലോർക്കുക. ക്രൂശിലെ 7 മൊഴികളും ആ 7 മൊഴികളിൽ നിന്ന് പഠിക്കുന്ന ചില പാഠങ്ങൾ നമ്മൾ പിന്നീട് വന്നത് നോട്ട്സിലേക്കാണ്. നോട്ട്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ടത് സുവിശേഷങ്ങൾ. ആ 4 സുവിശേഷങ്ങളിൽ ആദ്യ 3 സുവിശേഷമായ സമാന്തര സമവീക്ഷണ സുവിശേഷങ്ങൾ, അവയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. കേട്ട തിരുവചനത്താൽ സ്വർഗത്തിലെ വലിയ ദൈവം നിറപടിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ.